ഇന്ന് പുതിയൊരു ചാപ്റ്റർ നമ്മൾ പഠിക്കുകയാണ് സർഫസ് ഏരിയാസ് ആൻഡ് വോളിയം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന കുറച്ച് ഫോർമുലാസ് ആണ് ഇത്. അതായത് ക്യൂബോയിഡ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ക്യൂബോയിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ 2 × LB + BH + HL. അതുപോലെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2H × L + B. ക്യൂബോയിഡിന്റെ വോളിയം എന്ന് പറയുന്നത് L × B × H. അതുപോലെ ക്യൂബിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6A² ആണ്. അതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4A², വോളിയം A³. ഇനി സിലിണ്ടറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr × H + R. CSA എന്ന് പറയുന്നത് 2πRH, വോളിയം πr²H. ഇനി കോണിന്റേത് TSA എന്ന് പറയുന്നത് πr × L + R, CSA πRL, വോളിയം 1/3 πr²H. അതിൽ ചില സമയത്ത് നമുക്ക് L തരില്ല, സ്ലാൻഡ് ആയിട്ട് തന്നിട്ടുണ്ടാവില്ല. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി L = √r² + H². സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr², വോളിയം 4/3 πr³. അതുപോലെ പിന്നെ വരുന്ന ഹെമിസ്ഫിയറിന്റെ TSA എന്ന് പറയുന്നത് 3πr², അതായത് സ്ഫിയറിന് ഹാഫ് ആക്കുമ്പോൾ ഉള്ളതാണ്. അപ്പൊ TSA എന്ന് പറയുന്നത് 3πr², CSA എന്ന് പറയുന്നത് 2πr², അതിന്റെ വോളിയം എന്ന് പറയുന്നത് 2/3 πr³. അപ്പൊ ഇത്രയും ഫോർമുലാസ് ആണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇത് നിങ്ങൾ 9th പഠിച്ചതാണ്. ഇതിൽ നമ്മൾ 9th ഒരു സോളിഡ് മാത്രം വെച്ചിട്ടുള്ളതായിരുന്നു. ഇവിടെ നമുക്ക് കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ആണ്. അപ്പൊ എക്സസൈസ് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 cubes each of volume 64 cm³ are joined end to end. Find the surface area of the resulting cuboid. ഇവിടെ 2 ക്യൂബ് ഉണ്ട്. ആ 2 ക്യൂബ് എൻഡ് ടു എൻഡ് ജോയിൻ ചെയ്തപ്പോൾ അതൊരു ക്യൂബോയിഡ് ആയിട്ട് മാറി. ആ ക്യൂബോയിഡിന്റെ സർഫസ് ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് കാണുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ ക്യൂബിന്റെ സൈഡ് എത്രയാണെന്നുള്ളത് അറിയണം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് വോളിയാണ്. വോളിയം എന്ന് പറയുന്നത് A³ = 64 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈഡ് ഓഫ് ദ ക്യൂബ് എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 64 ആണ്. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ 4 ആണ് കിട്ടുന്നത്. A എന്ന് പറയുന്നത് 4 കിട്ടി. അപ്പൊ ഇവിടെ ക്യൂബോയിഡായി മാറുമ്പോൾ എൻഡ് ടു എൻഡ് ജോയിൻ ചെയ്യുമ്പോൾ ഈ L മാത്രം നമുക്ക് മാറും. L എന്ന് പറയുന്നത് എന്താവും? 4 + 4 = 8. B എന്ന് പറയുന്നത് 4 തന്നെ, H എന്ന് പറയുന്നതും 4 തന്നെ. കാരണം എൻഡ് ടു എൻഡ് ജോയിൻ ചെയ്യുമ്പോൾ ഒരു സൈഡ് മാത്രമേ അവിടെ നമുക്ക് 4, ഇതിലുള്ള 4ഉം ഈ 4ഉം കൂടി ആയിട്ട് 8 ആവുന്നത്. ഇനി സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് = ഇവിടെ ഫോർമുല 2 × LB + BH + HL ആണ്. അവിടെ 2 × L എന്ന് പറയുന്നത് 8 × B എന്ന് പറയുന്നത് 4 + 4 × 4 + 4 × 8. L 8 ആണ്. അപ്പൊ 2 × 32 + 16 + 32. ഇതിനെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 32 + 32 64 ആയി. 64 + 16 80 × 2 എന്ന് പറയുന്നത് 160 cm² ആണ് സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ വെസൽ ഈസ് ഇൻ ദ ഫോം ഓഫ് എ ഹോളോ ഹെമിസ്ഫിയർ mounted by a hollow cylinder. The diameter of the hemisphere is 14 cm and the total height of the vessel is 13 cm. Find the inner surface area of the vessel. അവിടെ നമുക്ക് സർഫസ് ഏരിയ ഓഫ് ദ വെസൽ ആണ് കാണേണ്ടത്. ഒരു ഹെമിസ്ഫിയറിന്റെ മുകളിൽ ഒരു ഹോളോ സിലിണ്ടർ വെച്ചതുപോലെയാണ് നമുക്കിവിടെ ഒരു വെസൽ ഉള്ളത്. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിൽ ഡയമീറ്റർ ഓഫ് ഹെമിസ്ഫിയർ തന്നിട്ടുണ്ട്, ടോട്ടൽ ഹൈറ്റും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നർ സർഫസ് ഏരിയ ആണ് കാണേണ്ടത്. വെസലിന്റെ ഇന്നർ സർഫസ് ഏരിയ എന്ന് പറയുന്നത് സർഫസ് ഏരിയ = അതായത് CSA ഓഫ് സിലിണ്ടർ പ്ലസ് CSA ഓഫ് ഹെമിസ്ഫിയർ. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇന്നർ സർഫസ് ഏരിയ കിട്ടും. അപ്പൊ CSA ഓഫ് സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πRH ആണ്. അതുപോലെ CSA ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πr² ആണ്. അപ്പൊ ഇതിൽ രണ്ടിലും നമുക്ക് 2πr കോമൺ ആയിട്ടുണ്ട്. 2π കാരണം റേഡിയസ് സെയിം ആണ്. അപ്പൊ ഇവിടെ സിലിണ്ടറിന്റെതും ഹെമിസ്ഫിയറിന്റെ റേഡിയസ് സെയിം ആയിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2πr കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഇവിടെ ബാക്കി H, അതുപോലെ ഇതില് R മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡയമീറ്റർ ആണ് 14 cm. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത്
14/2 ഈക്വൽ ടു 7 എന്ന് കിട്ടും. ഇനി 2 ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് 7 ആണ് ഹൈറ്റ്. ഹൈറ്റ് ഓഫ് സിലിണ്ടർ നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഹൈറ്റ് ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് സിലിണ്ടർ ഈക്വൽ ടു ടോട്ടൽ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ ഹൈറ്റ് എത്രയാണ്? 13 സെന്റിമീറ്റർ. ആ 13ൽ നിന്ന് ഇവിടെ നമുക്ക് ഡയമീറ്റർ ആണ് 14. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പൊ അത് ഈ ഡിസ്റ്റൻസും എന്തായിരിക്കും? അതിന്റെ റേഡിയസ് തന്നെ. അത് എത്രയായിരിക്കും? 7 സെന്റിമീറ്റർ ആണ്. അപ്പോ ഈ ഡിസ്റ്റൻസ് 7 ആണെങ്കിൽ ഈ സെന്ററിന്ന് നമ്മുടെ ഒരു സർക്കിളിൽ നമ്മൾ റേഡിയസ് എങ്ങനെയാണ് സെന്ററിന് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്, അതുപോലെ ഇവിടെ ഈ ഹെമിസ്ഫിയറിന്റെ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് അതിന്റെ റേഡിയസ്. അത് തന്നെയായിരിക്കും ഈ ഡിസ്റ്റൻസും. അപ്പൊ ടോട്ടൽ ഹൈറ്റ് 13 ആണെങ്കിൽ അതിൽ നിന്ന് ഹെമിസ്ഫിയറിന്റെ ഹൈറ്റ് 7 സെന്റിമീറ്റർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് ഓഫ് സിലിണ്ടർ കിട്ടും. ഹൈറ്റ് ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് 13 - 7 = 6. അപ്പൊ ഇവിടെ 6 + 7. ഇപ്പൊ 7 ക്യാൻസൽ ആയി. 44 × 13. 44 × 13 ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ. അപ്പൊ ഇവിടെ 12, 13, 4, 4, 2, 7, 572 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇവിടെ ഹൈറ്റ് നമുക്ക് സിലിണ്ടറിന്റെ ഹൈറ്റ് തന്നിട്ടില്ല. ഹൈറ്റ് കാണണം ആദ്യം തന്നെ. ഹൈറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഹൈറ്റിന് ഹെമിസ്ഫിയറിന്റെ ഹൈറ്റും മൈനസ് ചെയ്യുക. ഹെമിസ്ഫിയറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ റേഡിയസ് തന്നെയാണ്. അപ്പൊ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് ഓഫ് സിലിണ്ടർ കിട്ടും. ഇന്നർ സർഫസ് ഏരിയ എന്ന് പറയുന്നത് CSA ഓഫ് സിലിണ്ടർ പ്ലസ് CSA ഓഫ് ഹെമിസ്ഫിയർ രണ്ടും കൂടി ആഡ് ചെയ്യുക. റേഡിയസ് സെയിം ആയതുകൊണ്ട് കോമൺ ആയിട്ട് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. A toy is in the form of cone of radius 3.5 cm surmounted by on a hemisphere of same radius. രണ്ടിന്റെ റേഡിയസ് സെയിം ആണ്. The total height of the toy is 15.5 cm. Find the total surface area of the toy. അപ്പൊ ഈ ടോയ് എന്ന് പറയുന്നത് ഒരു കോൺ, ഹെമിസ്ഫിയറിന്റെ മുകളിൽ ഒരു കോൺ വെച്ച വിധത്തിലാണുള്ളത്. ആ ടോയുടെ സർഫസ് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെ നമുക്ക് ടോട്ടൽ ഹൈറ്റ് തന്നിട്ടുണ്ട്, ടോയുടെ ടോട്ടൽ ഹൈറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ റേഡിയസും ആണ് തന്നിട്ടുള്ളത്. അപ്പോ ഇവിടെ നമുക്ക് ഹൈറ്റ് ഓഫ് കോൺ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് കോൺ ഈക്വൽ ടു ടോട്ടൽ ഹൈറ്റ് എത്രയാണ്? 15.5. അതിൽ നിന്ന് ഇതിന്റെ റേഡിയസ് രണ്ടിന്റെ കോണിന്റെയും ആ ഹെമിസ്ഫിയറിന്റെ റേഡിയസ് സെയിം ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3.5 ആണ്. അപ്പൊ ആ 3.5 ടോട്ടൽ ഹൈറ്റ് 15.5 ആണ്. അതിൽ നിന്ന് ഈ 3.5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോണിന്റെ ഹൈറ്റ് കിട്ടും. കോണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ 15.5 - 3.5 അവിടെ 12 എന്ന് കിട്ടി. അപ്പൊ ഹൈറ്റ് ഓഫ് കോണ് 12 ആണ്. നമുക്ക് സർഫസ് ഏരിയ ഓഫ് ടോയ് ആണ് കാണുന്നത്. സർഫസ് ഏരിയ ഓഫ് ടോയ് ഈക്വൽ ടു CSA ഓഫ് കോൺ പ്ലസ് CSA ഓഫ് ഹെമിസ്ഫിയർ. അപ്പൊ ഇവിടെ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് CSA ഓഫ് കോൺ πRL ആണ്. πRL പ്ലസ് CSA ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πr². അപ്പൊ ഇതില് നമുക്ക് എന്ത് കോമൺ ആയിട്ട് എടുക്കാം? πr കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ L + 2r, ഒരു r നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പൊ L + 2r, ഇതിൽ ബാക്കി 2r ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് L തന്നിട്ടില്ല, ഹൈറ്റും റേഡിയസും അറിയുള്ളൂ. ഒരു കോണിന്റെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടിയത്? ഇത് 12 ആണ്. ഈ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം, സ്ലാന്റ് ഹൈറ്റ്. ഈ ഹൈറ്റ് 3.5 ആണ്. അങ്ങനെയാണെങ്കിൽ L എന്ന് പറയുന്നത് L = √r² + h² ആണ്. അവിടെ നമ്മളൊരു ട്രയാങ്കിൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഇത് 3.5 ആണ്, ഇത് എത്രയാണ്? 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ സ്ക്വയറിന്റെ സമം ഈക്വൽ ആണ്. അപ്പൊ L എന്ന് പറയുന്നത് ഇതാണ് L. അപ്പൊ L എന്ന് പറയുന്നത് √r² + h² ആണ്. √r² എന്ന് പറയുന്നത് 3.5² പ്ലസ് h² എന്ന് പറയുന്നത് 12² ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 12.25 പ്ലസ് 144 എന്ന് വരും. അപ്പൊ അത് എത്രയാണ് കിട്ടുക? 144 പ്ലസ് 12.25. അപ്പൊ അവിടെ 0.25 6 5 156.25 ആണ് വരുന്നത്. √156.25.
ഇതിന്റെ ലോങ് ഡിവിഷൻ ചെയ്തിട്ട് നമുക്ക് L എത്രയാണ് കണ്ടുപിടിക്കുക. L എന്ന് പറയുന്നത് 156.25. അപ്പോൾ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഇതില് നമുക്ക് നിയറസ്റ്റ് 12 × 12 144, 13 × 13 എന്ന് പറയുന്നത് 169. അപ്പോൾ ഇവിടെ നമുക്ക് 144 ആവുമ്പോൾ ഇവിടെ 2 1 ഇനി 0.25 ഇവിടെ 2 പോയിന്റ് ഇവിടെ 24 × 245 × 5 എന്ന് പറയുന്നത് 5 2 22. അപ്പോൾ ഇവിടെ എഴുതുന്ന നമ്പർ തന്നെ വേണം നമുക്ക് ഇവിടെ എഴുതാൻ. അപ്പോൾ ഇവിടെ 245 5ൽ അവസാനിക്കുന്നത് കൊണ്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. 245 ആദ്യം ഇതിന്റെ ഡബിൾ ചെയ്ത് 12 + 12 24. ഇനി ഇവിടെ നമ്മൾ ഏത് നമ്പർ എഴുതുന്നോ ആ നമ്പർ തന്നെ ഇവിടെ എഴുതണം. അപ്പോൾ 245 × 5 എന്ന് പറയുന്നത് 1225 ആണ്. അപ്പോൾ ഇവിടെ 5 ആണ്. അപ്പോൾ 12.25. അപ്പോൾ ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടിയത്? 12.5 ആണ്. L എന്ന് പറയുന്നത് 12.5 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സർഫസ് ഏരിയ ഓഫ് ടോയ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ടോയ് πr × L + r ആണ് കാണേണ്ടത്. L + 2r. അപ്പോൾ ഇവിടെ 22/7 × r എന്ന് പറയുന്നത് 3.5 × ഇവിടെ ബ്രാക്കറ്റിൽ L എത്രയാണ്? 12.5 + 2 × 3.5 എന്ന് വന്നു. അപ്പോൾ ഇവിടെ ഇത് 7ഉം 3.5ഉം 0.5 ക്യാൻസലായി. അപ്പോൾ 0.5 × 22 എന്ന് പറഞ്ഞാൽ 22 × 5 110 ആണ്. അപ്പോൾ 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11 ആയി. 11 × ഇതിനെ നമുക്ക് 12.5 + 3.35 × 2 70 ആണ്. അപ്പോൾ 3.5 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആണ്. 11 × 19.5. അപ്പോൾ 195. 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 5 9 1 5 9 1 5 14 1 10 2 1 4 5. അപ്പോൾ 214.5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ സർഫസ് ഏരിയ ഓഫ് ദ ടോയ് എന്ന് പറയുന്നത് 214.5 സെന്റിമീറ്റർ സ്ക്വയർ. കാൽക്കുലേഷൻ കുറച്ച് കറക്റ്റായി ചെയ്യുന്നവർക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ അത് ക്യാൻസലേഷനിൽ ഒന്ന് ചെയ്ത് പഠിക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ, എ ക്യൂബിക്കൽ ബ്ലോക്ക് ഓഫ് സൈഡ് 7 cm surrounded by a hemisphere. What is the greatest diameter of the hemisphere can have? Find the surface area of the solid. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന്റെ ഗ്രേറ്റസ്റ്റ് ഡയമീറ്റർ, ഹെമിസ്ഫിയറിന്റെ ഡയമീറ്റർ ആണ് കാണേണ്ടത്. ഹെമിസ്ഫിയറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്, അതായത് ഇതൊരു ക്യൂബ്, ആ ക്യൂബിന്റെ മുകളിൽ നമ്മൾ ഒരു ഹെമിസ്ഫിയർ ഇങ്ങനെ വെച്ചിരിക്കും. അപ്പൊ ആ വെച്ചപ്പോൾ അതായത് ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ക്യൂബിന്റെ സൈഡ് തന്നെയായിരിക്കും. ആ അളവിലാണ് നമ്മൾ അതിന്റെ മുകളിൽ ഇങ്ങനെ ഹെമിസ്ഫിയർ വെക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇത്രയും ഭാഗം ആ സൈഡിന് കണക്കായിട്ട് തന്നെയാണ് അതിന്റെ ഡയമീറ്റർ വരുന്നത്. അപ്പൊ ഡയമീറ്റർ ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് സൈഡ് ഓഫ് എ ക്യൂബ് തന്നെയാണ്. അപ്പൊ ഡയമീറ്റർ ഈക്വൽ ടു എത്രയാണ്? സൈഡ് ഓഫ് ക്യൂബ് നമുക്ക് തന്നിട്ടുണ്ട് 7 cm. നമുക്കിവിടെ ഇതിന്റെ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഈക്വൽ ടു സർഫസ് ഏരിയ ഓഫ് ക്യൂബ്, ഈ ക്യൂബിന്റെ എല്ലാ സൈഡും. ഇപ്പൊ TSA ഓഫ് ക്യൂബ്, TSA ഓഫ് ക്യൂബ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ സൈഡും വന്നു. പിന്നെ ഇനി അതിന്റെ മുകളിൽ ഒരു ഹെമിസ്ഫിയർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഹെമിസ്ഫിയറിന്റെ നമുക്ക് ഏത് ഭാഗമാണ്? ഈ പുറം ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ CSA ഓഫ് ഹെമിസ്ഫിയർ, CSA ഓഫ് ഹെമിസ്ഫിയർ മൈനസ് ഇവിടെ ആ ഇപ്പൊ ഒരു ബോക്സ്, അതിന്റെ മുകളിൽ നമ്മൾ ഹെമിസ്ഫിയർ ഇങ്ങനെ വെച്ചു. അപ്പൊ ഹെമിസ്ഫിയർ വെക്കുമ്പോൾ അതിന്റെ ബേസ്, ആ ബേസ് നമുക്ക് വേണ്ട. നമ്മള് ക്യൂബിന്റെ ഫുൾ സൈഡ് എടുത്തിട്ടുണ്ട്, ക്യൂബിന്റെ TSA ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ അതിന്റെ മുകളിൽ ഹെമിസ്ഫിയർ വെച്ചു. ഹെമിസ്ഫിയർ വെച്ചപ്പോൾ അതിന് മുകളിലേക്ക് നിൽക്കുന്ന ഭാഗം അതിന്റെ CSA ആണ്. ബേസ് നമുക്ക് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ബേസ് ഏരിയ മൈനസ് ചെയ്ത് ബേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ മൈനസ് ചെയ്യാം. അപ്പോൾ ഇവിടെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ആ ബോക്സിന്റെ, ക്യൂബിക്കൽ ബോക്സിന്റെ ഫുൾ ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ. അതിൽ നിന്ന് അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? ആ ഹെമിസ്ഫിയറിന്റെ ഈ പുറമേയുള്ള ഭാഗം ആഡ് ചെയ്തു. പിന്നെ ഈ
ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് നമുക്കത് കാണുന്നില്ല, ആ ഭാഗം മൈനസ് ചെയ്യാം. കാരണം ബോക്സിന്റെ ഫുൾ സൈഡ് എടുത്തിട്ടുണ്ട്, അപ്പൊ ആ കാണാത്ത ഭാഗം അതിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ക്യൂബിന്റെ TSA ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് 6a² പ്ലസ് CSA ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് 2πr² മൈനസ് ബേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് πr² ആണ്. അപ്പൊ ഇതെങ്ങനെയായി മാറി? നമുക്ക് 6a² പ്ലസ് 2πr² മൈനസ് πr² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ πr². ഇവിടെ നമുക്ക് ഡയമീറ്റർ ആണ് 7 സെന്റിമീറ്റർ, റേഡിയസ് ഇസ് ഈക്വൽ ടു 7/2. ഇനി 6 ഇൻറ്റു 7² പ്ലസ് പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു 7/2 ഇൻറ്റു 7/2. അപ്പൊ ഇവിടെ 7 ക്യാൻസൽ ആയി. അപ്പോൾ ഇത് 49 ഇൻറ്റു 6 എന്ന് പറയുന്നത് 54, 5 24 പ്ലസ് 5 29, 294 പ്ലസ് 77/2 ആണുള്ളത്. അപ്പൊ 77/2 ചെയ്തിട്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്താലും മതി. 77/2 എന്ന് പറയുമ്പോൾ 3, 6, 117, 8, 16, 1 പോയിന്റ്. ഇപ്പോൾ 0.5 38.5 ആണ് വരുന്നത്. അപ്പോൾ 294 പ്ലസ് 38.5. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യാം. 0.5, 12, 13, 332.5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ കിട്ടുന്നത്. 332.5. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കണം, ഇങ്ങനെ ക്യൂബിന്റെ മുകളിൽ ഒരു ക്യൂബിന്റെ മുകളിൽ ഹെമിസ്ഫിയർ വെച്ചിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിന്റെ ഈ ക്യൂബിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എടുക്കുക. അതുപോലെ ഹെമിസ്ഫിയറിന്റെ ആ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് CSA ആണ്. അപ്പൊ ഈ ഹെമിസ്ഫിയറിന്റെ അടിഭാഗം നമുക്ക് കാണില്ല. അപ്പൊ ആ ബോക്സിന്റെ ആ അത്രയും ഭാഗം അടിഭാഗം അവിടുന്ന് മൈനസ് ചെയ്യണം. അതാണ് TSA ഓഫ് ക്യൂബ് പ്ലസ് CSA ഓഫ് ഹെമിസ്ഫിയർ മൈനസ് ബേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാം, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, a hemispherical depression is cut out from one face of a cubical wooden block such that the diameter L of the hemisphere is equal to the edge of the cube. അപ്പോൾ ഇവിടെ ഡയമീറ്റർ നമുക്ക് L എന്ന് തന്നിട്ടുണ്ട്, അത് എഡ്ജ് ഓഫ് ദ ക്യൂബിന് ഈക്വൽ ആണ്. ഡിറ്റർമൈൻ ദ സർഫസ് ഏരിയ ഓഫ് ദ റിമൈനിങ് സോളിഡ്. അപ്പോൾ ഇവിടെ റിമൈനിങ് സോളിഡ് സർഫസ് ഏരിയ. അപ്പൊ നേരത്തെ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫേസിന് ഒരു ഹെമിസ്ഫെരിക്കൽ ഡിപ്രഷൻ കട്ട് ചെയ്യുകയാണ്. അവിടെ ഡയമീറ്റർ എന്ന് പറയുന്നത് L ആണ്, അത് ഏതിന് ഈക്വൽ ആണ്? ഡയമീറ്റർ എന്ന് പറയുന്നത് L എഡ്ജ് ഓഫ് ദ ക്യൂബിന് ഈക്വൽ ആണ്. എഡ്ജ് ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് ഇവിടെ L തന്നെ. ഇപ്പൊ ഡയമീറ്റർ ആണ് L, ഡയമീറ്റർ L എന്ന് പറയുന്നത് എഡ്ജ് ഓഫ് ക്യൂബിന് ഈക്വൽ ആണ്. അപ്പൊ ഒരു ഹെമിസ്ഫെരിക്കൽ ഡിപ്രഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈനിങ് സോളിഡിന്റെ സർഫസ് ഏരിയ ഓഫ് റിമൈനിങ് സോളിഡ് ഈക്വൽ ടു എങ്ങനെ പറയാം? TSA ഓഫ് ക്യൂബ് പ്ലസ് CSA of hemisphere minus base area of hemisphere. അപ്പോൾ ഇവിടെ നമുക്ക് റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? L/2 ആയിരിക്കും. റേഡിയസ് എന്ന് പറയുന്നത് L/2. അപ്പൊ TSA എന്ന് പറയുന്നത് 6a² പ്ലസ് CSA എന്ന് പറയുന്നത് 2πr² മൈനസ് πr². അപ്പൊ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് 6a² പ്ലസ് πr² ആണ് വരുന്നത്. അപ്പൊ ഇതില് നമുക്ക് a എത്രയാണ്? L 6l² പ്ലസ് പൈ പറയുന്നു. പൈ അതേപോലെ തന്നെ വെക്കുക, ഇവിടെ നമുക്ക് വാല്യൂ കിട്ടില്ല. അപ്പൊ r എന്ന് പറയുന്നത് L/2 ആണ്, L/2². അപ്പൊ 6l² പ്ലസ് പൈ ഇൻറ്റു L²/4 ആണ് വരുന്നത്. അപ്പൊ ഇതില് നമുക്ക് L² കോമൺ ആയിട്ടുണ്ട്. LCM എടുക്കാം. LCM എടുക്കുമ്പോൾ 24l² പ്ലസ് പൈ L²/4 എന്ന് വരും. അപ്പൊ ഇവിടെ നമുക്ക് ഇത് പുറത്തേക്ക് എടുക്കാം. L²/4 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. L²/4 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 24 പ്ലസ് പൈ ആണ് ഉള്ളിലുണ്ടാവും. L²/4 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പൊ അത് പുറത്തേക്ക് എടുത്തു. 24 പ്ലസ് പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഇന്നത്തെ ക്ലാസ് 3 നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്